വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എൻ്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. വി.ഡി. സതീശൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നെ സംഘപരിവാർ കൂട്ടിക്കെട്ടി തല്ലിക്കുട്ടി എന്നാണെന്ന് പ്രസംഗിച്ചു. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി.ഡി. സതീശൻ എന്നാണ്. മൈക്ക് വെച്ചുകെട്ടി യോഗത്തിൽ പ്രസംഗിച്ചാൽ എന്തും പറയാമെന്നാണോ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എന്തു വൃത്തികേടും പറയാമെന്നാണോ വിചാരം? അതിനുള്ള ലൈസൻസ് അല്ല പ്രതിപക്ഷ നേതാവ് പദവി. വൃത്തികേടിനെക്കുറിച്ച് ബോറൻ ക്ലാസ് സതീശനെടുത്തപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ കുറച്ച് ദിവസം മുൻപ് കൃത്യമായി നേരിട്ട് തന്നെ മറുപടി കൊടുത്തിരുന്നു. ഇന്ന് വീണ്ടും വൃത്തികേടും അധിക്ഷേപവും പ്രസംഗമാക്കി ഇറക്കി വെച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയാണ് അധിക്ഷേപിച്ചത്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്നാണ് ശിവൻകുട്ടി എന്ന മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത്. ഇതേ സതീശൻ ഇതേ മന്ത്രി ശിവൻകുട്ടിയെപ്പറ്റി ഈ മാസം 18 വൈകുന്നേരം തൃശ്ശൂരിൽ പറഞ്ഞതുകൂടി കേൾക്കണം. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എമ്പതിയാണ്. 18-ാം തീയതിയിൽ നിന്നും 27-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ മാറ്റി പറയേണ്ടി വരുന്ന ഇത്ര ഗതികെട്ട അവസ്ഥ കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനും മുൻപ് ഉണ്ടായിരിക്കാനിടയില്ല. ഇതിനോടകം പ്രതിപക്ഷ നേതാവിൻ്റെ എത്ര നുണകളാണ് സോഷ്യൽ മീഡിയ പുറത്തെടുത്തിട്ടത്. വി ശിവൻകുട്ടിയെപ്പറ്റി എന്താണ് വി.ഡി. സതീശൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? 2006-ൽ 60,884 വോട്ട് വാങ്ങി UDF വിജയിച്ച നേമത്ത് 2016-ൽ വെറും 13,860 വോട്ടിലേക്ക് UDF ചുരുങ്ങി. കോൺഗ്രസ് വോട്ടുകൾ മറിച്ചുകൊടുത്ത് ഒ രാജഗോപാലിനെ വിജയിപ്പിച്ച അതേ നേമത്ത് 2021-ൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചയാളാണ് വി ശിവൻകുട്ടി. മനക്കൽപ്പടി സ്കൂളിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ല് വളച്ചു നിന്ന ആ പറവൂർ MLA വി.ഡി. സതീശനായിരുന്നുവെന്ന് വി ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചത് മറക്കണ്ട. കേരളം കണ്ട ജനകീയരായ വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒന്നാമനാണ് ശിവൻകുട്ടി. UDF കാലത്ത് ഏതെങ്കിലും ലീഗ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ പരിഗണന നാട് നൽകിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഭരണകാലത്തെ വിദ്യാഭ്യാസ തകർച്ചയുടെ പ്രതീകവും പരിഹാസവുമായിരുന്നില്ലേ അബ്ദുറബ്ബ്? സ്കൂൾ തുറക്കും മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ, സ്കൂൾ തുറക്കും മുൻപ് സൗജന്യ യൂണിഫോം, കൃത്യസമയത്ത് പരീക്ഷയും ഫലവും, കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളും ഹൈടെക് ലാബുകളും ശീലമായി മാറിയ കാലം. ഇതൊക്കെ ശിവൻകുട്ടിയുടെ കാലത്ത് സ്കൂളിൽ പഠിക്കേണ്ട കുട്ടികളുടെ ഗതികേടല്ല, മറിച്ച് വി.ഡി. സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ കാണേണ്ടി വന്ന നാടിൻ്റെ ഗതികേടാണെന്ന് തിരിച്ച് നിശ്ചയമായും കരുതാം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ പദവിക്ക് ചേരാത്ത രീതികളാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തെയും ബാധിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ അടവുകൾ സഭയ്ക്കകത്തും പുറത്തും പാളുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ.വി. സുമേഷ് MLA CPIM, തൗഫീഖ് രാജൻ കോൺഗ്രസ്, M. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ സുമേഷ്, ഇപ്പോൾ നിയമസഭ നടന്നു വരുന്ന സമയമാണ്. ഇന്ന് സഭയ്ക്കകത്ത് പ്രതിപക്ഷം അവരേറ്റവും അധികം കൊണ്ടു നടക്കുന്നൊരു വിഷയത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം പോലും കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ നടത്തുന്ന ഒരു സമര കേന്ദ്രത്തിലേക്ക് പോയ പ്രതിപക്ഷ നേതാവ് അവിടെ വെച്ച് ആ പ്രസംഗത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. പറഞ്ഞു വഷളാവുകയാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? തീർച്ചയായിട്ടും വളരെ ആശ്ചര്യപ്പെടുത്തുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇമ്മച്വറായിട്ടുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൽ നാം ഇന്ന് കേട്ടത്. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ നേരത്തെ തന്നെ ബഹുമാന്യനായ ശരത്ത് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഈ പ്രതിപക്ഷം സ്ഥലജല വിഭ്രാന്തിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അവർ വയനാട് ക്യാമ്പൊക്കെ നടത്തി ഞങ്ങൾ 100 സീറ്റിലേറെ പിടിക്കും,
ഇതിലൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതു പൾസ് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ആ യാഥാർത്ഥ്യം അവർക്കറിയാം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചെറിയ ചില പ്രയാസങ്ങൾ അനുഭവിച്ചതിന് പ്രത്യേകമായ പ്രാദേശിക കാരണങ്ങളും പൊതുവുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ അങ്ങനെ വലിയ വിജയം ഉണ്ടാവില്ല. അതിൻ്റെ ഉദാഹരണം എന്താ? അവർ വലിയ സമരം പ്രഖ്യാപിച്ചു. സ്വർണ്ണക്കടത്ത് ആദ്യത്തെ ദിവസം സഭയിൽ വലിയ നിലയിൽ ഞങ്ങളിത് നടത്താൻ അനുവദിക്കില്ല, ഞങ്ങളിത് തടയും എന്നൊക്കെ പറഞ്ഞു വന്നു. ശക്തമായി ഞങ്ങളും പറഞ്ഞു, എന്താ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള വിഷയം? അതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഒരു ക്ഷേത്രത്തിൽ, കേരളത്തിലെ തന്നെ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പാണ്. അതിൻ്റെ എല്ലാ സത്യവും പുറത്തു വരണം. ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കപ്പെട്ടേ ഇല്ല. സഭ നടത്താൻ അനുവദിക്കില്ല. സഭ ഞങ്ങളിതാ പ്രതിപക്ഷ നേതാവ് തന്നെ എഴുന്നേറ്റെന്ന് സ്പീക്കറോട് പറഞ്ഞു, ഞങ്ങൾ സഭാ നടപടികളുമായിട്ട് സഹകരിക്കില്ല, ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് പോവുകയാണ്. ഞങ്ങളും ശക്തമായ നിലപാടെന്ന് അന്ന് സ്വീകരിച്ചു. എല്ലാവരും പറഞ്ഞു. പ്രതിപക്ഷം അന്ന് വലിയ അമളി പറ്റി പ്രതിപക്ഷത്തിന്. കാരണം രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കാണുന്നതാണെങ്കിൽ ഏറ്റവും ശക്തമായി ഇതിൽ പ്രതിയാവാൻ പോകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതും കോൺഗ്രസ്സാണ്. 2004 ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയാണ് സ്വർണം ഈ പോറ്റിയും അത് വാങ്ങിച്ച ആളുമൊക്കെ എത്തിച്ചേർന്നതല്ല രാഷ്ട്രീയ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അടൂർ പ്രകാശിൻ്റെ വിഷയങ്ങൾ വന്നു. തുടർന്ന് ഇങ്ങോട്ട് അജയ് തറൽ വരെയുള്ളവർ വിവിധ ഭരണസമിതിയുടെ കാലത്ത് അവിടെ നടന്നിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയാം. ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിനെ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം CPIM-നെ ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാൻ അനുവദിക്കില്ലെന്നുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഇന്ന് തിങ്കളാഴ്ച സഭ 3-4 ദിവസം ഉണ്ടായില്ല. ഇന്ന് വന്നപ്പോഴെന്താ പറയുന്നത്? ഞങ്ങൾ സഭാ നടപടികളുമായിട്ട് സഹകരിക്കും. ഞങ്ങളിത് 2 MLA-മാരെ പുറത്തിരുത്താൻ പോകുന്നു. പ്രിയപ്പെട്ട സ്ഥലത്തെ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്താൻ പറ്റാത്ത നിലയിലേക്ക് അവർ മാറി. ഒന്ന്, നമുക്ക് തന്നെ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഇതുപോലെ കേരളത്തിലെ പോലീസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഈ പിണറായി വിജയനെ ഒന്നിനും കൊള്ളില്ല, മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും പോലീസിനെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രചരണമായിട്ട് വന്നു. 2 പേരെ ഇതുപോലെ അന്ന് സനീഷിനെയും നമ്മുടെ മഞ്ചേശ്വരം MLA അഷ്റഫിനെയും സമരം ഇരുത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സമരമില്ല എന്ന് ചോദിക്കുമ്പോൾ സമരം ആരും അറിയാതെ അന്ന് വിഡ്രോ ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കാണിക്കുന്നത് എന്താ? കേരളത്തിലെ പ്രതിപക്ഷം അങ്ങേയറ്റം അപക്വമായ സ്ഥലജല വിഭ്രാന്തിയിലൂന്നി അവർക്കൊരു പ്രതീക്ഷയുമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറി. അതിൻ്റെ ഭാഗമായി എന്തെല്ലോ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നാട്ടിലൊരാളും പറയാത്തൊരു കാര്യം, ഒരാളും അംഗീകരിക്കാത്തൊരു കാര്യം, അങ്ങേയറ്റം മോശമായ പരാമർശമാണ് നടത്തിയത്. അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയോട് നിങ്ങൾക്ക് ഭരണപരമായ ഏതെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ന്യായമായിട്ട് ഉന്നയിക്കാം. എന്താ എന്ന് പറഞ്ഞ് അവൻ ആരാണ്? അവൻ എന്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ്? അവനാണോ ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സമരം എന്തെല്ലാം നടന്നിട്ടുണ്ട്. കേരള നിയമസഭയിലെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മുണ്ടുപൊക്കി കാണിച്ചിട്ടില്ലേ? ആരെയാ കാണിച്ച്? മുണ്ടുപൊക്കി കാണിച്ചിട്ടില്ലേ കേരളത്തിൻ്റെ നിയമസഭയിൽ? ഓർമ്മയില്ലേ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ കാണിച്ചിട്ടുണ്ട്? അന്ന് ബഹുമാന്യായ ശോഭന ജോർജ് പറഞ്ഞ കാര്യം പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവബഹുലമായ സംഭവമായിരുന്നില്ലേ നിയമസഭയിൽ നടന്നത്? നമുക്കങ്ങനെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചാലോ? കേരള നിയമസഭയിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ നേരത്തെ ശരത് പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ സർവാധര ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. വലിയ നിലയിൽ മാറ്റം ഉണ്ടായില്ലേ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ? ഇപ്പോൾ കലോത്സവത്തിൻ്റെ നടത്തിപ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്താൽ അക്കാദമിക് രംഗത്ത് പൊതുവിൽ നാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റും ആകെ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? ആ കാര്യങ്ങളൊക്കെ നിൽക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായും ഭരണപരമായും വിമർശനം ഉന്നയിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സുമേഷിലേക്ക് വരാം. ഇവിടെ തൗഫീഖ്, ഞാൻ ഇപ്പോൾ സുമേഷ് പറഞ്ഞപ്പോൾ ആലോചിക്കുകയായിരുന്നു, 2011-16 കാലത്ത് അന്ന് UDF ഭരിക്കുന്ന കാലത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും. എനിക്ക് തോന്നുന്നു സുമേഷൊക്കെ എന്ന് SFI നേതാവാണ്. പരമാവധി റബ്ബിനെതിരെയൊക്കെ വളരെ ശക്തമായ സമരങ്ങളും വിദ്യാഭ്യാസ രംഗം ആകെ പാളം തെറ്റി ഇങ്ങനെ നിൽക്കുന്നൊരു കാലം.
പരീക്ഷയായാലും പാഠപുസ്തകങ്ങളില്ല, ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം എത്തിക്കാൻ കഴിയാത്തത് എന്ന തരത്തിലേക്കൊക്കെ പറയുന്നതൊക്കെ വലിയ തരത്തിൽ പരിഹാസവും ചിരിയും വർത്തമാനവും വിമർശനമാവുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും എൻ്റെ റബ്ബേ എന്ന് വിളിക്കുന്ന നിലയിലേക്കൊക്കെയാണ് ആ കാലത്തെ വിമർശനങ്ങളാകെ പോയിട്ടുള്ളത്. പക്ഷേ അന്ന് സാധാരണ പ്രവർത്തകരിൽ നിന്നോ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും ഒന്നും പോലും ഉണ്ടാകാത്ത വിധം വളരെ മോശപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇക്കാര്യത്തിലുണ്ട്. അത് യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാം എന്ന് കരുതി പറഞ്ഞതാവും. പക്ഷേ അതിലൊരു അനൗചിത്യമുണ്ട്, ശരിയില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, കൃത്യം 9 ദിവസം പുറകിലോട്ട് നോക്കൂ തൗഫീഖ് രാജൻ. ഇതേ മാസം 18-ാം തീയതി വൈകിട്ട് തൃശ്ശൂരിൽ കലോത്സവം നടന്ന വേദിയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും കണ്ടല്ലോ. അതായത് ഗുഡ് ഗവേണൻസ് അദ്ദേഹം പറഞ്ഞതാണ്, ശ്രദ്ധിക്കണം, ഗുഡ് ഗവേണൻസ്. അതായത് ചട്ടമൊക്കെ മാറ്റി ഓൺലൈനിലൂടെ ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട് വരുത്തിയ വലിയൊരു മാറ്റത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞയാൾ വേറെ ആരുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അപ്പോൾ ഭരണത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച്, അദ്ദേഹം ആ വകുപ്പ് കൈയാളുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് എന്താണ് എന്ന് വേറൊരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ ഇരിക്കെ 9 ദിവസം കഴിഞ്ഞ് രാഷ്ട്രീയ കാരണങ്ങളാൽ ആ മന്ത്രിയെ അധിക്ഷേപിക്കുന്നത് എന്തു മര്യാദയാണ്? അത് ഏറ്റവും അധികം ശരിയില്ലായ്മ കാണുന്നത് പ്രതിപക്ഷ നേതാവിൽ തന്നെയാണ്. എന്ത് ന്യായം പറയും അതിന്? അല്ല, ശരത്തിൻ്റെ 2 മിനിറ്റ് നീണ്ട ചോദ്യം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കും ബഹുമാനപ്പെട്ട MLA പറഞ്ഞതിനും അങ്ങ് പറഞ്ഞതിനും മറുപടി പറയാനുള്ള സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൈരളി ചാനലും CPM നേതൃത്വവുമൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അടച്ചാക്ഷേപിക്കാൻ, അദ്ദേഹത്തെ അങ്ങ് വല്ലാത്ത രീതിയിൽ വിചാരണ ചെയ്യാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങയോട് വളരെ സ്നേഹപൂർവ്വം, അങ്ങയോടും കേരളത്തിലെ CPM നേതൃത്വത്തോടും സ്നേഹപൂർവ്വം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ചങ്കുറപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, ഞങ്ങൾക്ക് ചങ്കുറപ്പുള്ള ഒരു മുന്നണിയുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ചങ്കുറപ്പുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 9.25 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു സർക്കാരിനെ പൊതുജന മധ്യത്തിൽ വിലയിരുത്താൻ, ജനകീയ വിചാരണ ചെയ്യാൻ നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇവിടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ വല്ലാത്ത വെപ്രാളം, വല്ലാത്ത കേരളത്തിലെ എത്തിക്കാൻ, ഞാൻ പറയട്ടെ ശരത്ത് ഇടപെട്ട് തുടങ്ങാം. ഞാൻ വിഷയത്തിലേക്ക് വരാം. ശരത്തിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ വിഷയത്തിലേക്ക് വരാം. ശരത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ശരത്ത് അടങ്ങ്. അതായത് പ്രതിപക്ഷ തന്നെയാണ് വരുന്നത്. അങ്ങ് സമാധാനപ്പെടും. ഞാൻ ആ വിഷയത്തിലേക്ക് MLA പറഞ്ഞപ്പോ അങ്ങ് ഇടപെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് 18-ാം തീയതി ഇതേ പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിച്ചില്ലേ? ചോദ്യം അല്ല, അങ്ങയുടെ ചോദ്യം കഴിഞ്ഞല്ലോ. ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അങ്ങയുടെ ചോദ്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അതിന് ഉത്തരം പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഫ്ലോറിൽ നിന്ന് ഞാൻ പോകുള്ളൂ. അങ്ങേക്ക് ഒട്ടും ആശങ്കയാണ്. അങ്ങേക്ക് ബഹുമാനപ്പെട്ട MLA പറഞ്ഞപ്പോൾ അങ്ങേക്ക് ഈ സമയത്തിന്റെ ആശങ്ക പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, കേരളത്തിലെ CPM നേതൃത്വമാണ്. അങ്ങ് ബുദ്ധിമുട്ടാതെ, അങ്ങ് അസ്വസ്ഥനാവാതെ. അതായത് ഈ കാൽച്ചുവട്ടിലെ മണ്ട് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വല്ലാത്ത വെപ്രാളം, വല്ലാത്ത അസ്വസ്ഥത കേരളത്തിലെ കാരണഭൂതനും കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള വല്ലാത്ത രീതിയിലുള്ള വിചാരണ അത് കൈരളിയുടെയും CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായി ഇവിടെ 2011-16 കാലഘട്ടത്തിൽ പ്രതിപക്ഷ MLA ആയിരുന്ന വി ശിവൻകുട്ടിക്കെതിരെ ഉണ്ടായത്, പറഞ്ഞ കാര്യത്തിൽ എന്ത് അവാസ്തവമായിട്ടുള്ള കാര്യമാണ് ഉണ്ടായതെന്ന് അങ്ങക്ക് വ്യക്തമാക്കാൻ പറ്റുമോ? ഒരവസ്ഥമായിട്ടുള്ള കാര്യങ്ങളില്ല. ശരിക്കും 18-ാം തീയതി തൃശ്ശൂരിൽ ആ വകുപ്പ് കൈയാളുന്ന മന്ത്രിയെ കുറിച്ച് നല്ല അംഗീകാരം കൊടുത്തത്, അനുമോദിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ശരി ശരത്തെ, മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇത് പറയുമ്പോൾ
പറയുമ്പോൾ ശരത്തെ ഞാൻ എന്നോട് മറുപടി താങ്കളാണ് പറയാം. ചോദിച്ചത്. ഞാൻ മറുപടി പറയാം. താങ്കൾ ചോദ്യം പ്രതിപക്ഷ ആവർത്തിക്കണ്ട. നേതാവ് വിദ്യാഭ്യാസ ഞാൻ മറുപടി മന്ത്രിയെക്കുറിച്ചാണ് പറയാം സംസാരിച്ചത്. ഞാൻ മറുപടി പറയാം ശരത്തെ. മറുപടി പറയൂ. ഞാൻ മറുപടി പറയാം. ഒരു ഒട്ടും ആശങ്കപ്പെടേണ്ട. അതായത് ഇവിടെ ശരിക്കും തെമ്മാടിത്തരം കേരള നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഇവിടെ മുണ്ടും അല്ല, മടക്കി കുത്തി നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയല്ല, അദ്ദേഹം അന്ന് നിയമസഭാ സാമാജികൻ മാത്രമായിരുന്നു. മേശപ്പുറത്ത് കയറി പിശക് സ്പീക്കറുടെ കണ്ടാൽ ചേംബർ അടിച്ചു തിരിച്ചു പൊളിച്ച് പോകണം. കമ്പ്യൂട്ടർ അന്ന് അദ്ദേഹം പ്രതിപക്ഷ MLA ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടി ആക്ഷേപിക്കാൻ കഴിയുമോ? നിങ്ങൾ പ്രതികൂട്ടിലാവുന്ന സാഹചര്യം വരുമ്പോ സ്ഥിരമായി തടസ്സപ്പെടുത്തുന്ന ശൈലി അങ്ങ് സ്വീകരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ മാറ്റർ മനസ്സിലാക്കൂ. എങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങ് കാണിക്കുന്നേ, ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങ് കാണിക്കുന്നേ. ഞാൻ പറയാനുള്ളത് പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കുന്നേ. അങ്ങ് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കും. ശരത്തിന്റെ ചർച്ചയിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരത്തിനോട് പറഞ്ഞത്. ശരത്തെ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ശരത്ത് പറഞ്ഞാൽ മതി. ശരത്തിന്റെ കലോത്സവ ചോദ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഈ ശരിക്കും തെമ്മാടിത്തരം അത് ശിവൻകുട്ടിയാണോ കാണിച്ചത്? ബഹുമാനപ്പെട്ട നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണോ കാണിച്ചത്? ഇവിടെ മുണ്ടും മടക്കി കുത്തി കളസവും കാണിച്ച് മേശപ്പുറത്ത് കയറി സ്പീക്കറുടെ ചേംബർ അടിച്ചു പൊട്ടിച്ച് കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ച് പട്ടാപ്പകൽ ഇതൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ നാമനാരായണ എന്ന് പറഞ്ഞ കേസ് പിൻവലിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ച ആളുടെ പേര് വി ശിവൻകുട്ടിയാണ് എന്നാണോ? അല്ലയോ? ആണ്. ഈ വി ശിവൻകുട്ടി തന്നെയാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ സംസ്കാരമില്ലാതെ പെരുമാറിയ, ഇത്തരത്തിൽ സംസ്കാരമില്ലാതെ പ്രവർത്തിച്ച, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിൽ ഉപദേശിക്കാൻ വരുന്നതെങ്കിൽ അദ്ദേഹം ഏത് ഭാഷയിലാണോ പ്രതികരിക്കുന്നത് അതേ ഭാഷയിൽ ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയം വേണ്ട. ഇനി അങ്ങയുടെ കലോത്സവ ചോദ്യത്തിലേക്ക് വന്നാൽ ശരത്തെ, ഒരാശങ്കയില്ല. ഇവിടെ നല്ലതാണെങ്കിൽ അതിനെ ഞങ്ങൾ നല്ലത് എന്ന് പറയും. ഇവിടെ സിയ ഫാത്തിമയ്ക്ക് അനുവാദം കൊടുത്ത പ്രവൃത്തി നല്ലതാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ആർക്കും ഒരു സംശയം വേണ്ട. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ശരത്തെ? മുൻ കോൺഗ്രസ് അധ്യക്ഷയെ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഈ പറയുന്ന MA ബേബി അടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട MA ബേബി എന്ന് പറയുന്ന CPM-ന്റെ ദേശീയ സെക്രട്ടറിയുടെ പ്രസ്താവന എന്താ? വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധിക്കെതിരെ ഞങ്ങൾ വിരൽ ചൂണ്ടില്ല എന്ന് ബഹുമാനപ്പെട്ട MA ബേബി പറഞ്ഞെടുത്ത് അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുൻ കോൺഗ്രസ് അധ്യക്ഷ ലോകം ആരാധിക്കുന്ന, ഇന്ത്യ ആരാധിക്കുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന വനിതയെ സുമേഷിന്റെ അവസരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കലിപ്പും ചൊരുക്കും എന്താണ് എന്ന് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കി, തൗഫീഖ് വ്യക്തമാക്കി. അതായത് സോണിയാഗാന്ധി ആയി ബന്ധപ്പെട്ട ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സോണിയാഗാന്ധിയെ നിയമപരമായി തന്നെ ആ വിഷയവുമായി ഉന്നയിച്ച് പല വിമർശനങ്ങളും മന്ത്രി ഉന്നയിച്ചു. അത് വിമർശനങ്ങളാണ്, അതിൽ പരിശോധനയുടെ സാഹചര്യം പോലുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ സ്വർണ്ണച്ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവനായി മാറി? ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ? അതിലെ ഈ ഗോവർദ്ധൻ ബെല്ലാരിയിലെ ജ്വല്ലറിയാണ്, ബെല്ലാരിയിലെ മുൻ NB ആയിരുന്നു സോണിയാഗാന്ധി. അപ്പോൾ അത്തരം ഒരു ബെല്ലാരി കണക്ഷൻ ഇതിനകത്തുണ്ടോ? അടൂർ പ്രകാശും ആൻ്റണിയും ഈ ക്രിമിനലുകളെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ലാഭം ഉണ്ടാക്കി, കവർച്ചയിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ എങ്ങനെ സോണിയയുടെ അടുത്തേക്ക് എത്തിച്ചു? ഈ ചോദ്യങ്ങൾ ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടതാണ്, നിയമപരമായ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ്. പകരം പ്രതിപക്ഷ നേതാവ് ശിവൻകുട്ടിയെ സമീപിച്ചത് ഏതുവിധമാണ്? ആ സമീപന രീതിയിലാണോ പ്രതിപക്ഷത്തോടും പ്രതിപക്ഷ നേതാവിനോടും നിങ്ങൾക്ക് വിമർശനമുള്ളത്? ഇവിടെ തൗഫീഖ് പറഞ്ഞത് വെച്ച് തന്നെ അക്കാര്യത്തിലേക്ക് എങ്ങനെയാണ് സുമേഷ് പോകുന്നത്? ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരുന്നതിന് മുമ്പ് MA ബേബി സോണിയാഗാന്ധിയെ പരാമർശിക്കാതെ പോയല്ലോ, അതിനെയും മറികടന്നും അതിനെയും തള്ളിയും ശിവൻകുട്ടി ഒരു നിലപാട് സോണിയാഗാന്ധിക്കെതിരെ ഇങ്ങനെ നിരന്തരം പറയാമോ, വിമർശിക്കാമോ? ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം. ഇതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ശരത്തെ, ഇവിടെ തൗഫീഖ് രാജന് അവസാനം പറഞ്ഞതന്നെ തിരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ സംസ്ഥാനം മുഴുവൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, ഞങ്ങളുടെ പാർട്ടിയെ വലിയ നിലയിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ളകളിൽ. ഞങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയമായിട്ട് പ്രതികരിച്ചോ? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോ? നിങ്ങൾ അടൂർ പ്രകാശിനെതിരെ MPക്കെതിരെ ഉണ്ടയില്ല വെടി പറയുന്നതല്ലാതെ ഇവിടെ ചോദ്യം ചെയ്ത മന്ത്രി അങ്ങയുടെ
പറയാം. നിങ്ങള് അതല്ല, അദ്ദേഹം ഉണ്ടയില്ലാത്ത വെടിയൊന്നുമല്ല, തദ്ദേശ ഉണ്ടയുള്ള തെരഞ്ഞെടുപ്പിന്റെ വെടിയാണോ സമയമാണല്ലോ. ഉണ്ടയില്ലാത്ത വെടിയാണോ എന്നൊക്കെ മനസ്സിലായി. SITയുടെ അന്വേഷണം നടക്കട്ടെ, പുരോഗമിക്കുന്നതേ ഉള്ളൂ, നടക്കട്ടെ. ഹൈക്കോടതിയുടെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. നോക്കട്ടെ, നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഞങ്ങൾക്കൊരു കാണാം. ആശങ്കയില്ല, കടകംപള്ളി പിടിച്ച് ഞങ്ങൾക്കൊരു ആശങ്കയില്ല. കടകംപള്ളി പിടിച്ച് അകത്തിടണം ആദ്യം. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റില് ഒരു ആംബുലൻസ് കൈമാറിയപ്പോ എന്താ തൗഫീഖ് രാജന്റെ ആവേശം? അത് എവിടെയാണ് മുഖ്യമന്ത്രിയുടെ സാർ? ഫോട്ടോ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ സുരക്ഷാ കാര്യം എന്താ? മേഖലയിലാണ് അതെ. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ നടുവിൽ ഇവിടെ ജനപഥത്തിൽ സോണിയാഗാന്ധിക്ക് ഉള്ളതുപോലെ തന്നെ സുരക്ഷ കരുണാകരനുടെ ഇവിടെ പ്രവേശിക്കാത്ത ബഹുമാനപ്പെട്ട കാലം ഉണ്ടായിരുന്നു. കാർമുകനുണ്ട്, എന്താ? കേരളത്തിന്റെ തൗഫീഖ് മുഖ്യമന്ത്രിക്കുണ്ട്, രാജൻ please, ഇവിടെ please, പൊളിറ്റിക്കൽ ചരിത്രം സെക്രട്ടറിയായി നന്നായിട്ട് തോളോട് പഠിക്കുന്നതാണ്. തോൾ ചേർന്ന് അത് നിന്ന് ശരിയായ കൈ രീതിയല്ല. കൊടുത്ത മുഖ്യമന്ത്രിയുടെ താങ്കൾ പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് അതൊക്കെ അടുത്ത് നിന്ന് അത് ശരിയല്ല. താങ്കളുടെ ഊഴത്തിൽ താങ്കൾക്ക് അതിൽ മറുപടിയാകാം. താങ്കളുടെ ഊഴത്തിൽ മറുപടിയാകാം. ഇത് MLA യുടെ അവസരമാണ്. ഇത് MLA യുടെ അവസരമാണ്. വരാം. തൗഫീഖ്, അത് ശരിയല്ല. ഇങ്ങനെ പരസ്പരം സംസാരിച്ച് ചർച്ച വഴി കൊണ്ടുപോകാൻ കഴിയില്ല. താങ്കളുടെ അവസരത്തിൽ പറയാം. പ്ലീസ് സുമേഷ്. കോർണർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ഇവിടെ ജയചന്ദ്രൻ സാർക്ക് ഉണ്ടല്ലോ, ഇവിടെ ജൻപത്തില് ആർക്കൊക്കെ ഒരു കാലത്ത് കേരളത്തിലെ പ്രതാപശാലിയായിട്ടുള്ള കെ കരുണാകരന് പ്രവേശനത്തിന് അനുമതി കൊടുക്കാത്ത കാലം ഉണ്ടായിരുന്നു. തൗഫീഖ് രാജനൊന്ന് പഠിച്ചോ ആ കാര്യങ്ങൾ. ഡൽഹിയിലെ കേരള ഹൗസിൽ പോയിട്ട് സോണിയാഗാന്ധി കാണാതെ മടങ്ങി വരേണ്ടി വന്നു. ആ സ്ഥലത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ ചോദ്യം ഇതാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എങ്ങനെയാണ് 2004 ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ചേർന്ന് സ്വർണം കേസിൽ പ്രതിയായ പോറ്റിയെയും ഗോവർദ്ധനെയും എങ്ങനെ ആ വീട്ടിലെത്തി? ആ ചോദ്യം നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന എന്തിനാ? എന്നാൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന്റെ കാര്യം എന്താ? അത് ഞങ്ങൾക്കൊരു വിഷയമില്ല. അത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? തലജല വിഭ്രാന്തി അപക്വമായിട്ട് അത് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിക്കുന്ന എങ്ങനെയാ? അത് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിക്കുന്ന എങ്ങനെയാ? കടകംപള്ളി സുരേന്ദ്രൻ നിങ്ങൾ പറയുന്നു പോറ്റിയുടെ വീട്ടിൽ നിരവധി തവണ പോയിട്ടുണ്ട് അടൂർ പ്രകാശ് എന്ന് അയൽവാസി പറഞ്ഞല്ലോ. നിങ്ങൾ എന്തിനാ നിങ്ങൾ ചൂടാകുന്നതിന്റെ കാര്യം എന്താ? അത് തിരിച്ചു ചോദിക്കുമല്ലോ. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി അതിശക്തമായിട്ട് പറയും. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലാണല്ലോ ഇവരെല്ലാം കൂടി അന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകുന്നത്. സോണിയാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞങ്ങളുടെ സന്നദ്ധായോ? നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞപ്പോൾ എന്തായാലും ഇത് പരിശോധിക്കണ്ടേ? ഈ കാര്യം കൂടി നടന്നിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശിന്റെ കാര്യമുണ്ടല്ലോ, ഇവിടെ അജയ് തറയിൽ വാജി വാഹനം കൈമാറിയ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയണം. ആ രാഷ്ട്രീയമായിട്ട് മറുപടി പറയുന്നതിന് പകരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. ഇവിടെ CPIയും LDFും സ്വീകരിച്ചത് വളരെ സുതാര്യമായ നിലപാടല്ലേ? SITയുടെ അന്വേഷണം പൂർത്തിയായില്ലല്ലോ. ഹൈക്കോടതി SITയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ. ആ പരിശോധിക്കുന്നതിൽ അതിലകത്തായ പ്രതികളെ, ചോദ്യം ചെയ്യുന്ന പ്രതികളെ രാഷ്ട്രീയമായി നോക്കിയിട്ട് വിമർശിക്കാൻ, അതിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ലേ നിങ്ങൾ പുറപ്പെട്ടത്? അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾക്കത് ചൂടായിട്ട് കാര്യമില്ല. എന്നേരം ശിവൻകുട്ടിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതിലൊന്നും ഞങ്ങൾ അതിശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോവാണ്. നിങ്ങൾ പറയേണ്ടി വരും, നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് ശരത്തെ വ്യക്തിപരമായി ഇവിടെ ഇത് പ്രകോപിതരായി ഇവര് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വാർത്തയിൽ തന്നെ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ക്ഷുഭിതനായി എന്നൊക്കെ ഒരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അപക്വമായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത് എന്നെല്ലാമുള്ള വിമർശനം നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ശബരിമലയിൽ LDFന്, ഈ ഗവൺമെന്റിന്, CPIഎമ്മിന് ഒരു തരത്തിലും ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. തെറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ രാഷ്ട്രീയമായി ഞങ്ങളെ ആക്ഷേപിച്ചാൽ രാഷ്ട്രീയമായി നിങ്ങളെയും പറയും. ആ പറഞ്ഞ കാര്യമാണ് ശക്തമായിട്ട് തന്നെ പറയും. ശരി, ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ അവസാനം ഇപ്പോൾ സുമേഷ് പറഞ്ഞൊരു ഭാഗത്തേക്ക് താങ്കളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാമെന്ന് വെച്ചതാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു ചോദ്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിക്ക് അടക്കം വലിയ അസംതൃപ്തി, സോണിയാഗാന്ധി നിരന്തരം ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നു, അതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെ ഈ പ്രതികൾ അവിടെ കടന്നുകൂടി, കയറിപ്പറ്റി, ആരാണതിന് അനുമതി എടുത്തത്, ആര് അനുമതി കൊടുത്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, തുടർ ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ വല്ലാതെ അതൃപ്തിയിലാക്കുന്നു, അസംതൃപ്തിയുണ്ട് എന്ന വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ തൗഫീഖ് രാജൻ ചോദിക്കുന്നത് ഏത് ചാനൽ ഏത് പത്രത്തിലാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ അത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏതായാലും ഈ ചർച്ചയ്ക്കില്ല. ശ്രീ ജയചന്ദ്രൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ ശ്രദ്ധയിലും അത് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുന്നൊരു ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലം VD സതീശനെ പോലെയുള്ള നേതാക്കളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതിന് ഇടയാക്കിയോ? ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുന്നു. സഭയ്ക്കകത്ത് കോൺഗ്രസിനെ ഏറ്റവും അധികം അലട്ടും വിധത്തിൽ അവരുടെ അതേ രീതിയിൽ തന്നെ ആ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഗാനം ആലപിച്ച മന്ത്രിയെ കൂടി നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ
ഈ രീതിയിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കോൺഗ്രസ് MLA-മാരുടെ മുഖത്ത് നോക്കി ആ പാരഡി ഗാനം അവരുടെ തന്നെ മുഖത്ത് നോക്കി അവർക്ക് നേരെ പാടുന്നു. ഇതെല്ലാം കൂടി വന്നൊരു ഘട്ടത്തിലാണോ പ്രതിപക്ഷ നേതാവിന് പിടിവിട്ടുപോയി 11-16 കാലമൊക്കെ പറഞ്ഞ് ശിവൻകുട്ടിയെ ആക്ഷേപിക്കുന്നൊരു നില ഇന്ന് സ്വീകരിച്ചത്? നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് കുട്ടികൾ, ഈ കാലത്ത് പഠിക്കുന്നവരുടെ ഗതികേടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുക, ശ്രീ ജയചന്ദ്രൻ, വിദ്യാഭ്യാസ മന്ത്രി എന്നല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഏറ്റവും കെട്ട കാലമാണ്, ഏറ്റവും മോശം കാലമാണത്, അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ തൗഫീഖ് രാജൻ തന്നെ പറഞ്ഞു 11-16 ഒരു നിയമസഭാംഗമായ കാലത്തെ സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ തോതിൽ അധിക്ഷേപിക്കുന്നതിലേക്കാണോ പ്രതിപക്ഷ നേതാവ് പോയത്? അതിന് അതേ നാണയത്തിൽ മറുപടിയും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണോ? ശരത്തെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ തൗഫീഖ് രാജൻ. സാധാരണ ഒരു KSU നേതാവോ യൂത്ത് കോൺഗ്രസ് നേതാവോ അല്ല, കോൺഗ്രസിൻ്റെ നിലപാട് പറയാൻ ബാധ്യതപ്പെട്ട അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട വക്താവാണ്. ആ വക്താവായ തൗഫീഖ്, എനിക്കിഷ്ടമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് തൗഫീഖ് കേട്ടോ, അത് വ്യക്തിപരമായി ഞാൻ പറയുന്ന കാര്യമാണ്. ആ തൗഫീഖ് ഈ ചർച്ചയിൽ പറയുകയാണ് മുൻപ് ശിവൻകുട്ടി കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന്. അതങ്ങനെയൊക്കെ പറയുന്നത് ഭൂഷണമാണോ ശരിയാണോ എന്നുള്ളതിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നതിന് പകരം കോൺഗ്രസ് വക്താക്കൾ ഈ തരത്തിൽ സംസാരിക്കാനായി ആണോ ഇന്ദിരാഭവനിൽ നിന്ന് KPCCയുടെ നേതാക്കൾ ചുമതലപ്പെടുത്തി വിടുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ തൗഫീഖെ, എനിക്ക് പറയാനുള്ള ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, താങ്കൾ ശിവൻകുട്ടി മുൻപ് കാണിച്ചത് തെമ്മാടിത്തരം ആണ് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ സതീശൻ ഇന്ന് കാണിച്ച ചെറ്റത്തരമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും. അതല്ലാതെ മറ്റൊരു പദം പ്രയോഗിക്കാനേ കഴിയില്ല. ചെറ്റത്തരമാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത്. എന്റെ സമയമല്ലേ കോൺഗ്രസ് വക്താവിൻ്റെ സമയം ശരത്താണ് തരുന്നത്, ഞാനല്ല, അല്ലെങ്കിൽ സുമേഷ് MLA അല്ല. അത് ഇതിൻ്റെ ആങ്കറായിട്ടുള്ള ഈ ഷോ നടത്തുന്ന ശരത്ചന്ദ്രൻ്റേതാണ്. അദ്ദേഹം തരുമ്പോൾ സംസാരിച്ചാൽ മതി, അല്ലാതെ എൻ്റെ വായിക്കാത്ത കമ്പ്യൂട്ടർ കുത്താൻ വന്നാൽ ഒരു സംശയമില്ല, ഞാൻ തിരിച്ചു കുത്തും. അത് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ശിവൻകുട്ടി എന്നല്ല ആരെയും നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്. അതൊന്നും ഞങ്ങളൊന്നും പറയില്ല. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നും ഭരണപക്ഷ ബെഞ്ചിലായിരുന്നു VD സതീശൻ്റെ സ്ഥാനം. ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നല്ലോ. 2014 ഈ മാന്യൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു വാചകമുണ്ട്. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെപ്പറ്റിയാണ് പറയുന്നത്? സ്വന്തം നേതാവ്, വിശുദ്ധൻ, മഹാൻ എന്നൊക്കെ ഇപ്പോൾ പാടിപ്പോടുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഭരണം കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണമാണ് എന്ന് പറഞ്ഞത് ഇതേ താങ്കൾ പറഞ്ഞ രൂപത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞാൽ ആ ചെറ്റത്തരമല്ലേ അവിടെ പറഞ്ഞതെന്ന്? സ്വന്തം ഗവൺമെൻറ്റിനെക്കുറിച്ച്, അതിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച്, നേതാവിനെക്കുറിച്ച്. അത് മാത്രമാണോ? 2013 പറയുകയാണ് എന്തിനാണ് 5ാം മന്ത്രിയെ 2012 കൊടുത്തത്? ഇനി 2013 33 അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മലപ്പുറത്ത് എയ്ഡഡ് പദവി കൊടുത്തത് എന്തിനാണ്? ഇത് ഭൂരിപക്ഷ സമുദായത്തിന് തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത് എന്ന് ചോദിച്ച അതേ സതീശൻ്റെ ഇന്നത്തെ അക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? നേരെ കടകം തിരിഞ്ഞില്ലേ തൗഫീഖെ? ഇല്ലേ? ഇന്നതെല്ലാം ശരിയായി വന്നു. അപ്പോൾ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ എന്നൊരു രാമായണത്തിൽ ഒരു വരിയുണ്ടേ. അപ്പം ഇത് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുകയല്ല, അവനവനെ തന്നെ പുകഴ്ത്താനായി ചില PR ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട്. ആ PR ഏജൻസി പഠിപ്പിച്ചു വിടുന്നതാണ് കോൺഗ്രസ് വക്താക്കൾക്ക് ഇപ്പോൾ ചാനലുകളിൽ വന്ന് പറയാൻ കഴിയൂ എന്നുള്ള അവസ്ഥയായിരിക്കുന്നു. ഇത് വളരെ ഗതികെട്ട അവസ്ഥയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനെ പൊതിഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ശരത് ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് വന്നാൽ ഈ എങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മേൽക്കുമേൽ
വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതിന് തെളിവ് നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടതിനൊടുവിലാണ് ദേശീയ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റിജോയിൻഡർ എന്ന് വരെ ഞാൻ പറയുന്നുള്ളൂ, വിയോജിപ്പ് എന്ന് അത്രയും വരെ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ആ വിയോജിപ്പ് എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്? സ്വന്തം മാതാവിനെ ചേർത്ത് ഒരു 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 ഈ ഇത്തരത്തിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്ന സ്വർണ്ണ കവർച്ചക്കാരൻ്റെ ഒപ്പം ആൻ്റണിയും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള MP-മാർ ഒന്നിലേറെ തവണ സന്ദർശിച്ചു എന്നുള്ള വാർത്ത മാത്രമല്ല, അതിന് പിന്നിൽ നിഗൂഢമായ ചില ഇടപാടുകൾ ഇവരിൽ ഒരാൾ നടത്തി, രണ്ടുപേരല്ല ഒരാൾ നടത്തി എന്ന ആക്ഷേപം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കുമല്ലോ ശരത്തെ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഈ മറ്റേ കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടല്ലോ ഇവർക്കിപ്പോഴും, ഭരണത്തിലില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർക്ക് കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. ആ കിച്ചൺ ക്യാബിനറ്റിലെ ചിലരൊക്കെ ആയിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവരാണ് പറയുന്നത് ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ ബോധപൂർവം ഇവരെ ഇതിൻ്റെ അകത്ത് വലിച്ചിഴയ്ക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3 ആഴ്ച മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ഉറക്കെ കേരളത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വർണം കട്ടവനും കട്ട മുതൽ വാങ്ങിച്ചവനും ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയെ കണ്ടു? മറുപടി ഉണ്ടോ കോൺഗ്രസ് ഇതുവരെ? കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ്, KPCC പ്രസിഡന്റ് മുതൽ അല്ലെങ്കിൽ AICC പ്രസിഡന്റ് മുതൽ താഴേക്കുള്ള ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് വരെയുള്ള ആരെങ്കിലും മുഖ്യമന്ത്രി പരസ്യമായി ചോദിച്ച ഈ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ശിവൻകുട്ടിയെ ചീത്ത വിളിക്കാൻ മുതിർന്നു നടക്കുന്ന, അതിനുവേണ്ടി നിരന്തരം ഈ പാഴ്വർത്തമാനങ്ങൾ പാഴ്വാക്കുകൾ പറഞ്ഞു നടക്കുന്ന, അതാണ് ജനകീയ വിചാരം തെറ്റിദ്ധരിക്കുന്ന തൗഫീഖുമാരോടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യം കോൺഗ്രസ് അക്നോളജ് ചെയ്യാത്തത്? നിങ്ങളുടെ KPCC നിങ്ങളുടെ AICCയും എന്തുകൊണ്ട് അക്നോളജ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആൻസർ ചെയ്യുന്നില്ല? അപ്പോൾ നിസ്സംശയം അവിടെ തന്നെ കാര്യം ഉറപ്പിക്കാം, പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് KPCCക്കും AICCക്കും അറിയാം. അത് ഏത് ലെവലിലേക്ക് വരും, അതിന് മറയിടണം, ഏത് തരത്തിലും മറയിടണം. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ സ്ഥലത്ത്, അതിന് ചീത്ത വിളിക്കുക, കണ്ടമാനം ചീത്ത വിളിക്കുക, നിയമസഭയിൽ ബഹളം ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്താൽ തൗഫീഖ് നിങ്ങൾ നിഴലിലായിരുന്നു, ഇപ്പം നിഴലില്ല, അതിന് പുറത്തേക്ക് വന്നു. അതാണ് മുഖ്യമന്ത്രി ഒച്ചത്തിൽ വിളിച്ചു ചോദിച്ചത്. കട്ടവനും കട്ട മുതൽ വാങ്ങിച്ചവനും ഒന്നിച്ച് 2 MP-മാരോടൊപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും അത്യന്തം സുരക്ഷയുള്ള, അതായത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, RSSൻ്റെ മേധാവി, 3 പേർ കഴിഞ്ഞാൽ 4ാമതാണ് Z+ കാറ്റഗറിയിൽ സോണിയാഗാന്ധി നിൽക്കുന്നത്. അവരെ എങ്ങനെ പോയി കാണും? ഒരു പ്രാവശ്യമല്ല, 1-ലേറെ തവണ. രാജ്യത്ത് 4ാമത്തെ Z+ കാറ്റഗറി സ്ഥാനത്തിൽ നിൽക്കുന്നയാളാണ് സോണിയാഗാന്ധി. എങ്ങനെ കാണും? അതാണ് കട്ടവൻ കട്ട മുതൽ വാങ്ങിച്ചവൻ എങ്ങനെ ഒരുമിച്ച് പോയി എന്നുള്ളതിന് അക്നോളജ് ചെയ്യണ്ടേ? KPCCയോ AICCയോ മറുപടി പറയണ്ടേ? താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു. മറ്റൊന്ന്, ഈ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തോതിൽ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഗുരുതര വിമർശനം രാജ്യമെമ്പാടും നേരിടുന്ന ED ഈ സാഹചര്യം മുതലാക്കി ഈ കേസിലേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായും അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നതാണ്, വല്ലാതെ അതൃപ്തി ഉളവാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് അവർക്ക് പ്രതികൂലമായി രൂപപ്പെട്ടിരിക്കുന്നു. യാതൊരു സംശയവുമില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, ഈ ഓൺലൈനിൽ ഈ ചട്ടമൊക്കെ പരിഷ്കരിച്ച് ആ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് നന്ദി എന്ന ഏറ്റവും വലിയ അവരുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ സന്തോഷ പ്രകടനമായ സ്കൂളിലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വാർത്ത പോലും നമ്മൾ കണ്ടതാണ്. അത്തരമൊരു അസംബ്ലി നമ്മൾ കണ്ടതാണ്. അത് ഒരു ഉച്ച സമയത്ത് ഈ കലോത്സവത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആ ഗുഡ് ഗവേണൻസിന് ആ കുട്ടികൾ കൊടുത്ത ഒരു സ്നേഹാദരമായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക്. അപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ചുമതലകളിൽ നിന്നുകൊണ്ട് വിമർശിക്കാം, പക്ഷേ ഇവിടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അത് വിമർശനമാകില്ല, അത് ആ നിലയിൽ തന്നെ വിമർശിക്കപ്പെടും. അത് പറയുന്നവരുടെ നിലവാരത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നതുകൂടിയാണ് വരിക. ഞാൻ ഇത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. തൗഫീഖിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ഇപ്പോൾ സഭയെക്കുറിച്ച് ഒറ്റ കാര്യം ശരത്തെ ഒരു കാര്യം ഒന്ന് പൂരിപ്പിക്കട്ടെ ശരത്തെ. അല്ല, താങ്കളിത് പറഞ്ഞുകൊണ്ടാണ്
ഈ പിന്നെ ഞാൻ എപ്പോഴും ചർച്ചകൾ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരാൻ ഞാൻ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വാദമാണ് ഈ ഇൻകംബൻസി ആൻറ്റി ഇൻകംബൻസി അതില്ല നിലവിൽ. അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് ഓർ ബാഡ് ഗവേണൻസ് അതേ ഉള്ളൂ. സദ്ഭരണം, ദുർഭരണം. സദ്ഭരണമാണെങ്കിൽ ജനങ്ങൾ വീണ്ടും അവസരം നൽകും, ദുർഭരണമാണെങ്കിൽ ജനങ്ങൾ നിരാകരിക്കും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി അതാണ് ട്രെൻഡ്. അതാണ് എല്ലാവരും സോളജിസ്റ്റുകളെല്ലാവരും ആ നിലയിലാണ് ചിന്തിക്കുകയും പറയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അത് അറിഞ്ഞോ അറിയാതെയോ ഗുഡ് ഗവേണൻസ്, സദ്ഭരണമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ എന്ന് പറഞ്ഞത് ആരാണെന്നേ 2 ആഴ്ച മുമ്പ് ഇദ്ദേഹം തന്നെ പറയുകയാണ്, പ്രതിപക്ഷ നേതാവ്. ആ സദ്ഭരണം നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് 2 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ദുഷ്ടത്തരം നിറഞ്ഞ വകുപ്പായി മാറിയെന്നുള്ളത് വിചിത്രവും അത്യന്തം ദുരൂഹവുമായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി ഭിന്നമാണ് എൻ്റെ നിലപാട്. കാരണം പ്രതിപക്ഷ നേതാവിന് യാതൊരു ബാധ്യതയും 18-ാം തീയതി ഈ സർക്കാരിൻ്റെ ആ വകുപ്പിനെ അഭിനന്ദിച്ചുവെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ കാലയളവ് തീരുന്നത് വരെ അങ്ങനെ തന്നെ തുടർന്ന് യാതൊരു നിർബന്ധവുമില്ല, പ്രതിപക്ഷ നേതാവിന് മാറാം. പക്ഷേ പ്രൊവൈഡഡ് എന്താണ് അത് വിമർശനമായിരിക്കണം. പക്ഷേ ഇവിടെ സംഭവിച്ചതല്ല. ഇവിടെ സംഭവിച്ചത് ആ മന്ത്രിയെ അങ്ങ് ഏറ്റവും അധികം വെറുക്കുന്ന, ഏറ്റവും അധികം അധിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം, പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ മാറി. അദ്ദേഹം എത്രമാത്രം അസ്വസ്ഥനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. അതാണ് അതിലെ വ്യത്യാസം. ഞാൻ പറയാൻ വന്നത് തൗഫീഖിലേക്കുള്ള എൻ്റെ കാര്യം, ഇന്നിപ്പോൾ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു എന്ന് വി ഡി സതീശൻ തട്ടിവിട്ടു. അദ്ദേഹം തന്നെ കൊടുത്ത മറുപടിയാണ്. എന്നാൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവഞ്ചൂർ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യത തകർന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യതയും അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും പാളിയതും അതിൻ്റെ പൊള്ളത്തരങ്ങളും നുണകളായി പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നതുമൊക്കെയായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ അദ്ദേഹം മുൻപ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അത് ഏറ്റവും അധികം ഇങ്ങനെ പുറത്തു വരുന്നൊരു സമയമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് അദ്ദേഹം തന്നെയല്ലേ? അല്ല, വല്ലാത്ത ഒരു എന്താ പറയുന്നത്, ഒരു വിലയിരുത്തലായിപ്പോയി അങ്ങയുടേത്. അത് സ്വാഭാവികമായിട്ട് ഇവിടെ 3 CPM-ൻ്റെ ഇവിടെ ബഹുമാനപ്പെട്ട MLA ഔദ്യോഗിക വക്താവാണെങ്കിൽ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ തിരിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, ഞാനടക്കം ബഹുമാനിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രനും ബഹുമാനപ്പെട്ട ശ്രീ ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ അനൗദ്യോഗിക വക്താക്കളാണ്. അപ്പോൾ ഈ 3 വക്താക്കൾക്ക് ഞാൻ മറുപടി പറയാൻ ഞാൻ ഒറ്റ മനുഷ്യനെ ഇവിടെ ഉള്ളൂ ഈ ചർച്ചയിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങ് സമയം അനുവദിക്കണമെന്ന് വിനീതമായി ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രൻ സാർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട MLA അടക്കം ഉന്നയിക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ വന്നാൽ, ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത് സൂചിപ്പിച്ച് വേണമല്ലോ മുന്നോട്ട് പോകാൻ. അവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട അടക്കമാണ് ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രൻ സാർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ടായത്. സാറേ, അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, ഈ ഭരണത്തിൻ്റെ എല്ലാ പ്രിവിലേജും ഉള്ള ആളുകൾ, ഭരണത്തിൻ്റെ എല്ലാ പ്രിവിലേജും ഇപ്പോൾ അനുഭവിക്കുന്ന ആളുകൾ ആരാ? കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. ഈ വിഷയം നടന്നപ്പോൾ, ഈ ഒഫൻസ് നടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആളുകളും ഒക്കെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയം എന്നുള്ളത്, അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ഈ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും മറ്റേ അടൂർ പ്രകാശിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്നും ഒക്കെ പറയുമ്പോൾ ആദ്യം റെയ്ഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടാണ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് റെയ്ഡ് ചെയ്യാൻ തയ്യാറാവേണ്ടത്. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്താൽ ഈ പറയും നിങ്ങൾ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൽ വാസ്തവം ഉണ്ടാവും, ഒരു അല്പമെങ്കിലും മൂല്യം ഉണ്ടാവും. അതിനപ്പുറത്തേക്കാണ് ഇവിടെ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാട്ടാനുള്ളത്. ഇവിടെ കട്ടവരെയും, ഇവിടെ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടി നേതൃത്വമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങയുടെ എൻ്റെ സംശയം, എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിനെ ഒന്ന് തള്ളിപ്പറയാൻ അദ്ദേഹത്തെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗ സ്ഥാനത്ത് നിന്ന്, നേതൃസ്ഥാനത്ത് നിന്ന് അന്വേഷണ വിധേയമായെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടാണ് അങ്ങ് ഈ സംസാരം ഈ കൈരളിയർ ഫ്ലോറിൽ വന്നിരുന്ന് പറയുന്നതെങ്കിൽ അതിന് അല്പമെങ്കിലും ഒരു വില നൽകാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ഈ നിമിഷം വരെയും ഇവിടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അത് N വാസു ആകട്ടെ ഇവിടെ പത്മകുമാർ ആകട്ടെ, ആ 2 ആളുകൾ ഇപ്പോഴും അഴിക്കുള്ളിൽ ദിവസങ്ങൾ എണ്ണി നീക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മന്ത്രി, ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ അല്ല, ശരത്തിന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അങ്ങ് ഞാൻ പറയുമ്പോൾ മാത്രമാണല്ലോ ഈ കമന്റ് അടിക്കുന്നത്. എന്തായാലും നല്ല ഉത്തരവാദിത്തമാണ്, അങ്ങനെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അത് കയ്യിലുള്ള അങ്ങക്ക് എങ്ങനെ പറയേണ്ടി വരുന്നത്, അത് പറയേണ്ടി വരുന്നത് കൊണ്ട് അങ്ങ് പറയുന്ന അങ്ങ് പറഞ്ഞോളൂ. ഏതായാലും ശരി ഇവിടെ അങ്ങനെയെങ്കിൽ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്നുള്ളത്, അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ഇവിടെ SIT
ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടൂർ പ്രകാശിനെതിരെ ഇതുവരെ ചോദ്യം ചെയ്യലിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ആന്റണി എംപിക്കെതിരെ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ്. ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ, ഞങ്ങൾ ഓപ്പൺ സ്റ്റാൻഡാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് സ്ട്രേറ്റ് നിലപാടാണ്. ഞങ്ങൾ ഒളിച്ചു കളിക്കൊന്നും തയ്യാറാവുന്നില്ല. ഞങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ കുറ്റാരോപിതരാണ്, അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല, എന്നിട്ട് നടപടി എടുക്കാമെന്ന് ഞങ്ങൾ ഏതായാലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തീവ്രത അളന്ന ശേഷം നടപടി എടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതായാലും ശരി ഇവിടെ കട്ടവരെയും കട്ട മുതൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെ CPM നേതൃത്വമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട V. ശിവൻകുട്ടിയുടെ വലിയൊരു പ്രസ്താവന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അവന് മറുപടിയായി ഞാൻ ശരത്തും അടക്കമുള്ള ആളുകൾ കണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ഞാൻ RSSനെതിരെ നെഞ്ചു വിരിച്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഏതാണ്ട് വള്ളി നിക്കറിട്ട് നടക്കുകയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം വലിയ നിലവാരമാണല്ലോ, നിലവാരമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. എന്റെ ശരത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ആരാണ് ഈ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത്? എന്റെ സമയമാണ് അതുകൊണ്ട് എന്റെ സമയത്ത് ഞാൻ സംസാരിക്കും. അല്ല എന്നോട് ഇങ്ങോട്ട് അത് എന്റെ ഉത്തരം പൂർത്തിയാക്കിയ ശേഷം അങ്ങേക്ക് സംസാരിക്കാമല്ലോ. എല്ലാവർക്കും ബാധകമാണ് ശരത്ത്. അല്ലാതെ ഫ്ലോർ ആയതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി തൗഫീഖ് രാജന് മറ്റൊരു നിയമമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. എന്റെ ചോദ്യം ശരി, അങ്ങയുടെ ആർഗ്യുമെന്റ് കഴിഞ്ഞല്ലോ. എന്റെ ചോദ്യം, ആരാണ് ഈ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത്? സംഘപരിവാർ വിരുദ്ധതയുടെ മൊത്തം വിൽപ്പനക്കാരൻ ഈ പറയുന്ന ശിവൻകുട്ടിയാണ്. ഇവിടെ സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയെ പറ്റിച്ച്, സ്വന്തം മുന്നണിയിലെ സഹപ്രവർത്തകരായ മന്ത്രിയെ പറ്റിച്ച്, രാഖി രാമാനം ഡൽഹിയിൽ ചെന്ന് അവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷമാണ് ഈ വലിയ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലെ കാപട്യം, അതിലെ ഇരട്ടത്താപ്പ് അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ MA ബേബി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട CPMന്റെ ദേശീയ സെക്രട്ടറി പറയുക മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുന്നു. ഇതാ കേരളത്തിലെ മാധ്യമങ്ങൾ തൊട്ടടുത്ത ദിവസം പുറത്തുവിട്ടു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ട ശേഷം എന്ത് കബളിപ്പിക്കലാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ സ്വന്തം മുന്നണിയെ പോലും കാണിച്ചുകൊണ്ട്, സ്വന്തം മുന്നണിയെ പോലും പറഞ്ഞു പറ്റിച്ചതെന്ന് എന്ത് കബളിപ്പിക്കലിന്റെ വക്താവാണെന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ്. ശരത്തിന് സംശയമുണ്ടോ? ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷമാണ് ക്യാബിനറ്റ് കൂടിയിട്ട് ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. എന്ത് ധാർമ്മികതയാണ്, എന്ത് സംഘപരിവാരത്തെ വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശബരിമല വിഷയത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ്. ഞങ്ങൾ ഒന്നും സംശയിക്കാനില്ല, ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. ഇവിടെ അഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത് CPM നേതൃത്വമാണ്, CPM ലീഡർഷിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തില്ല. മറുപടി ഈ ബഹുമാനനായ തൗഫീഖ് രാജന് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ വളരെ ഇതായിട്ട് പറയാണ്, ഇത് ഞങ്ങൾക്കൊന്നും ഒളിപ്പിക്കാനില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതല്ലല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത്. ശബരിമല വിഷയത്തിൽ ആർക്കാണ് ഞങ്ങൾക്ക് ഒളിപ്പിക്കാനുള്ള? ഞങ്ങളുടെ പാർട്ടിയൊക്കെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ശരിയല്ലാത്തൊരു കാര്യം ചെയ്ത ഒരാൾക്കും CPMൽ തുടരാൻ പറ്റില്ല. ശബരിമലയിലെ വിഷയം എന്താ? ഹൈക്കോടതി പ്രത്യേകമായി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുകയാണ്. ഒരു ദിവസം പത്മകുമാരൻ തന്നെ ഞങ്ങളുടെ DC മെമ്പർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന്. അയാളുടെ പേരിൽ കുറ്റാരോപണം എന്താണെന്ന് ഞങ്ങൾക്കറിയാത്ത കാര്യം. ബഹുമാനപ്പെട്ട കോടതി 14 ദിവസത്തെ കൂടി നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 14 ദിവസത്തെ ആയിക്കോട്ടെ, കോടതി പറയട്ടെ. ഞങ്ങളത് കോടതിയല്ലേ വിശ്വാസം. അദ്ദേഹത്തിന് എന്റെ സംശയമാണ്. ഞങ്ങൾ കോടതിയല്ലേ, നിങ്ങൾക്കറിയാം. തൗഫീഖ് രാജൻ അറിയോ പത്മകുമാർ എന്താ ചെയ്തതെന്ന്? തൗഫീഖ് രാജൻ അറിയോ? കോൺഗ്രസിന് അറിയോ എന്താ ചെയ്തത്? പത്മകുമാർ നിങ്ങളാണോ കൂടെ പോയത്? തൗഫീഖ് രാജനാണോ കൂടെ? പത്മകുമാറിന്റെ കൂടെ പോയത് തൗഫീഖ് രാജനാണോ? തൗഫീഖ് രാജനാണോ പത്മകുമാറിന്റെ കൂടെ പോയത്? ഞാൻ പറയട്ടെ, എനിക്ക് പറയാം, മറുപടി പറയാതെ നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ പറഞ്ഞോളാം. പത്മകുമാറിന്റെ കൂടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പോയത് തൗഫീഖ് രാജനാണോ കോൺഗ്രസ് ആണോ പോയത്? ഈ സ്വർണ്ണം കെട്ടതിന്റെ പേരിലാണോ അയാളെ അറസ്റ്റ് ചെയ്തത്? വരെ നിങ്ങൾക്ക് കോൺഗ്രസിനുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. ഏത് കുറ്റത്തിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് കുറ്റപത്രം സമർപ്പിക്കുന്നവരെ കാത്തിരിക്കും. കുറ്റം ഈ ശബരിമലയുടെ ഭാഗമായി ശരിയല്ലാത്ത കാര്യം ഒരു CPMൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആരെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല.
അതിശക്തമായ നടപടിയിലേക്ക് ഞങ്ങൾ പോകും. ഇത് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല, ഇതെന്താ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു വിവിധ കാലയളവിൽ. ഞങ്ങളുടെ ഒരാളെ അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധിക്കുകയാണ്, കോടതി പറയട്ടെ. കോടതി പറയുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് നടപടി സ്വീകരിക്കും. നിങ്ങൾ ഇതിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? തോറ്റിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ശബരിമല കൊണ്ട് തോറ്റു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ അന്യായമായി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ, ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ വല്ലാത്ത നിലയിൽ ആക്ഷേപിച്ചു. അന്നേരം നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ എന്താ, അയ്യോ സോണിയാഗാന്ധിയുടെ പേര് പറയാൻ പാടില്ല. എന്താ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാൽ? MA ബേബി പറഞ്ഞവരെന്താ, സോണിയാഗാന്ധിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, അതാ ഞങ്ങളുടെ മര്യാദ. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ സോണിയാഗാന്ധിയുടെ പേര് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒളിച്ചോടാൻ ശ്രമിക്കരുത്. എങ്ങനെ എത്തി? ജയചന്ദ്രൻ സാർ പറഞ്ഞതല്ലേ, സ്വർണം വാങ്ങിയാൾ, സ്വർണം വിറ്റയാൾ, ഈ തരികടയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആൾ. നിങ്ങൾ എന്താണ് ആൻ്റണിയോട്, അടൂർ പ്രകാശോടും ചോദിക്കാത്തത്? എങ്ങനെ കൊണ്ടുപോയി ഈ പോറ്റിയെ? സോണിയാഗാന്ധി ആക്ഷേപിച്ച ഞങ്ങളല്ല, കോൺഗ്രസ് ആണ് ആക്ഷേപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയെ ആക്ഷേപിച്ചിരിക്കുന്നത്. നിങ്ങളെന്താ പറയാത്ത? KPCCയുടെ പ്രസിഡന്റ് പറയണ്ടേ? KPCCയുടെ വക്താക്കന്മാർ പറയണ്ടേ? സോണിയാഗാന്ധിയുടെ അടുത്ത് ജൻപത്തിലേക്ക് ആര് കൊണ്ടുപോയി? എങ്ങനെ ഇവർക്ക് അവിടെ കയറാൻ പറ്റി? എങ്ങനെയാണ് ഇവരവിടെ വന്നത്? എന്തിനാണ് ഈ കളങ്കിതരായ അവരെ അവിടെ കൊണ്ടുപോയത്? ഈ രാഷ്ട്രീയ ചോദ്യം നിങ്ങൾ മറുപടി പറയാതെ നിങ്ങൾ അതും ഇതും പറഞ്ഞ് എങ്ങനെയാണ് കാര്യം നടക്കുക? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം, MA ബേബി പറഞ്ഞാൽ എന്താ? നിങ്ങൾ MA ബേബിയുടെ പേര് MA ബേബി പറഞ്ഞാൽ എന്താ? സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാ MA ബേബി പറഞ്ഞത്. വിരൽ ചൂണ്ടില്ല സാർ എന്ന് പറഞ്ഞത് MA ബേബി പറഞ്ഞത്. അത് MA ബേബിയും കേരളത്തിലെ CPM വ്യത്യസ്തമായിട്ട് പറഞ്ഞു. അതേ സ്റ്റാൻഡ് തന്നെയാണ് കേരളത്തിലെ CPM എടുത്തത്. പക്ഷെ നിങ്ങൾ പറയേണ്ട മറുപടിയുണ്ട്. ആര്? ആൻ്റണി, അടൂർ പ്രകാശ്, KPCC പറയണം. അത് പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങൾ. അത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. സോണിയാഗാന്ധി ആക്ഷേപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ഒന്നാമത്തെ കാര്യം. ശരത് ഇവിടെ PMCയിൽ ഒപ്പിട്ട കാര്യമൊക്കെ പറഞ്ഞു. PMCയിൽ ഭയങ്കര കോൺഗ്രസ് തന്നെ. ഇന്ത്യയിൽ ഏതെല്ലാം സ്റ്റേറ്റാ നേരത്തെ മുതലേ ഒപ്പിട്ടിരിക്കുന്നത്? ഒപ്പിട്ടിട്ട് പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നടപ്പിലാക്കൂല. കൺകറന്റ് ലിസ്റ്റില്ല വിദ്യാഭ്യാസം. അതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചോളാം. അതിന് കോൺഗ്രസിന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാഭ്യാസത്തിൽ CBSE ഈ PMCയുടെ ഭാഗമായി ഒരു നയവും ഇവിടെ നടപ്പിലാക്കില്ല എന്ന ആർജവം ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ്റിനുണ്ട്. അത് ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് രാജിനോട് ഞാനൊരു ചോദ്യം തിരിച്ചു വയ്ക്കുക. കേരളത്തിലെ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? സെൻട്രൽ സ്കൂളിൻ്റെ ഇവിടെ UDFകാരായുള്ള ആളുകളൊക്കെ നടത്തുന്ന ഒരുപാട് CBSE സ്കൂളില്ലേ? ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? ഏത് സിലബസിൻ്റെ ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളില്ലേ? ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? ഒന്ന് പരിശോധിക്കുക, ഒന്ന് നന്നായിട്ട് പരിശോധിക്കുക. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ആരാണ് പഠിപ്പിക്കുന്നത്? സമരം നടത്തുക. ആ സ്കൂളിൻ്റെ മുന്നിൽ പോയിട്ട് കോൺഗ്രസ് സമരം നടത്ത്. ഒരുപാട് CBSE സെൻട്രൽ സ്കൂളൊക്കെ ഇല്ലേ? എന്താ സമരം നടത്താത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് BJP സർക്കാരിനോട് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് എന്ന് ഞങ്ങൾ പറയണം. അതിന് ഞാനൊന്നും പറയുന്നില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി, എവിടെയാണ് ഭൂരിപക്ഷം നേതാക്കന്മാരുള്ളത്. ഇപ്പോൾ അവസാനം ജയിച്ച ബീഹാറിന്ന് പോലും എല്ലാവരും പോയി. എവിടെ പോയി? എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് പോയി എന്നാണ് വാർത്തകൾ. എവിടെ പോയി? സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി. എല്ലാവരും സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തില് കേരളത്തിലെ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് CPM ഈ ഗവൺമെന്റിന് ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം സംഘപരിവാറിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്. നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ചില വാദങ്ങളായിട്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയെ കോർണർ ചെയ്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിങ്ങൾ കള്ളത്തരത്തിൻ്റെ രാജാക്കന്മാരായിട്ട് ഈ ഇലക്ഷനിൽ പറഞ്ഞില്ലേ? SIR കൊണ്ടുവന്നത് ആര്? പിണറായി വിജയൻ. SIR എവിടെയെല്ലാം പ്രസംഗിച്ചു, അതിൻ്റെയൊക്കെ വീഡിയോ എല്ലാവർക്കും ലഭ്യമല്ലേ? എവിടെയെല്ലാം പ്രസംഗിച്ചു? കാണിക്കാം. തൗഫീഖ് രാജിനെ കാസർഗോഡ് വിഷ്വലൊക്കെ കാണാം. തൗഫീഖ് രാജനെ അയച്ചുതരാം. കാസർഗോഡ് നടത്തിയ ശ്രദ്ധേയമായ ചില പ്രസംഗങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. 5 നേരം നിസ്കരിക്കുന്ന ഞങ്ങളൊന്നും പറയാൻ പുറപ്പെടുന്നില്ല. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ. ഇവിടെ മോഡിക്ക് വേണ്ടി ഇവിടെ LDFന് വോട്ട് ചെയ്താൽ നേരെ മോഡിക്കാണ് വോട്ട് ചെയ്യുന്നത്.
കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് പരിവാറിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഏതാണ്ട് 1,250 പേര് ഈ കേരളത്തിൽ സംഘപരിവാറിൻ്റെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ ഞങ്ങളുടെ പാർട്ടിയെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടാ. അത് വയനാട് പോയിട്ട് പറഞ്ഞാൽ മതി. CPM ഏർപ്പാടൊന്നുമില്ല. അവരെ അച്ഛനമ്മയുണ്ട്. ആസൂത്രിതമായി ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അവരുടെ കനകൊല്ലുവിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചടിയാവുന്നു. എന്നുവെച്ചാൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ആക്ഷേപിച്ചിട്ടും കേരളത്തിലെ LDF സർക്കാരിനെ മൂന്നാം LDF സർക്കാർ അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ടൊരു ശ്രമമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ആ പുറപ്പെട്ട ശ്രമത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതാക്കന്മാർക്ക് തന്നെ ഇപ്പോൾ സമനില തെറ്റിയ നിലയിലാണ് കാര്യങ്ങളുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയെ ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പൊതുവിലൊരു മര്യാദ നമ്മളെല്ലാം പാലിക്കാറുണ്ട്. വിമർശിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം വളരെ പ്രധാനമല്ലേ? ആ വിമർശിക്കുന്നതിനൊക്കെ ആരാ എതിര്? നിങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ ജയചന്ദ്രൻ സാർ ഇവിടെ ഉണ്ടല്ലോ, കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന സംഘർഷങ്ങളുടെ ചരിത്രം ചരിത്രം എടുത്താൽ എന്തെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. ഒരു സമരമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവൻ ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ എന്തെല്ലാം മഷിക്കുപ്പി സമരങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ? ചാപ്പകുത്ത് സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നില്ല. അതിലൊക്കെ പിന്നീട് വന്ന കഥകൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? അങ്ങനെയെല്ലാം നിയമസഭയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി CPM MLAമാർക്ക് അടിയേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തെല്ലാം സംഭവങ്ങൾ ഈ കേരള നിയമസഭയിലുണ്ടായി? ഇവനെന്ന് വിളിച്ചിട്ട് ആരെങ്കിലും അതിനുശേഷമുള്ള ഏതെങ്കിലും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനോട് യോജിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അപക്വമായ അസാധാരണമായ മാന്യതയില്ലാത്ത നിലപാടാണ് ഇന്ന് ഉയർന്നു വന്നത്. ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്യും. ശരി, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ വിദ്യാഭ്യാസ മന്ത്രി അധിക്ഷേപിക്കുന്നതിന് ഇടയാക്കിയത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ എങ്ങനെ എത്തപ്പെട്ടു എന്ന ചോദ്യം, അതുമായി ബന്ധപ്പെട്ട നിരന്തര ചോദ്യങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങൾ, വിശദീകരണം ആവശ്യപ്പെടുന്നത് വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്ന പ്രശ്നമുണ്ടായിരുന്നു. ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ചർച്ചയിലേക്കല്ല ഉദ്ദേശിക്കുന്നത്, കാരണം പല റൗണ്ടായി അത് വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരിപാടി അതൊരു പൊതുപരിപാടിയായിരുന്നു. അതിൻ്റെ നോട്ടീസ് പുറത്തു വന്നു. ഭീമ ഗോൾഡായിരുന്നു അതിൻ്റെ പ്രായോജകരായിരുന്നത്. അതുപോലെ ആ പരിപാടിയിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും അതുപോലെ തന്നെ DGPയും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. പക്ഷേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് പേരെങ്ങനെ എത്തി? ആ ചിത്രം കണ്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ ആ ചിത്രത്തിന് ആധാരമായ കൂടിക്കാഴ്ചകൾ പലതവണ അവിടെ എങ്ങനെ നടന്നു, എങ്ങനെ അവരവിടെ എത്തി, അത്തരം വിശദീകരണങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടില്ല. വിശദീകരിക്കണമെന്ന് താങ്കൾ പറഞ്ഞ ഭാഗം ഇപ്പോഴും പൂരിപ്പിക്കാതെ കിടക്കുകയാണ്. ഞാൻ നേരത്തെ തൗഫീഖ് രാജിനോട് ചോദിച്ചൊരു ചോദ്യം, VD സതീശനെ അദ്ദേഹം മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ വെട്ടിലാക്കുന്നോ? അതുകൂടി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ, അധിക്ഷേപം ചൊരിയാൻ അദ്ദേഹത്തെ ഇടവരുത്തുന്നുണ്ടോ? ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല, കാരണം ഒരുപാട് ഈ സമീപകാലത്തെ സോഷ്യൽ മീഡിയ വീഡിയോസ് നോക്കിയാൽ അറിയാം. മുൻപ് അദ്ദേഹം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള ഭിന്നത, അദ്ദേഹം പറയുന്നതിലെ യാഥാർത്ഥ്യവുമായി പൊരുത്തക്കേടുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും ഒരെണ്ണം മാത്രം കൂടി സൂചിപ്പിക്കാൻ വേഗത്തിൽ, അതായത് തോമസ് ഐസക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നുണ്ട്. DPR കെ റെയിലിന് DPR പോലും ഉണ്ടായിരുന്നില്ലെന്നതുകൊണ്ടാണ് അതിനെ എതിർത്തത് എന്ന് VD സതീശൻ പറഞ്ഞതിനെക്കുറിച്ച് തോമസ് ഐസക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, VD സതീശൻ്റെ ആ വാദം തെറ്റാണ്. ഇപ്പോഴത്തെ ശ്രീധരൻ്റെ നിർദ്ദേശത്തിനാണ് DPR ഇല്ലാത്തത്. DPRന് DMRC ചുമതല ഏൽക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള ഉത്തരവ് പോലും റെയിൽവേ ഇറക്കിയിട്ടില്ല. കെ റെയിലിനാവട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി ലിഡാർ സർവേ നടത്തി, പാരിസ്ഥിതിക പഠനം നടത്തി, അന്തർദേശീയ ടെൻഡറിലൂടെ തിരഞ്ഞെടുത്ത പാരീസ് ആസ്ഥാനമായുള്ള സിസ്ത്ര DPR തയ്യാറാക്കുകയും ചെയ്തു. വീണ്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിൻ്റേതായി വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന തീരുമാനത്തെ പോലും വിവരങ്ങൾ അറിയും മുമ്പ് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കെ റെയിലിന് DPR ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ പണ്ട് പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പൊരുത്തക്കേടുകൾ വരികയാണ്. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല എന്ന പ്രശ്നം വരുന്നു. അപ്പോൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വെട്ടിലാക്കുന്നത് അദ്ദേഹം തന്നെയാണോ? ഇത് സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയുണ്ട് ഇതിൽ. അതായത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ ഈ ചർച്ചയിലുണ്ടല്ലോ, KV സുമേഷ് MLA ഉണ്ടല്ലോ. നിയമസഭയിൽ MLAമാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് അറിയാത്ത ആരും ഇല്ലല്ലോ. നിയമസഭയ്ക്കകത്ത് അവർക്ക് സംസാരിക്കുന്നതിന്, ഏത് കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അവർക്ക് ആ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരത് സംസാരിക്കും. പക്ഷെ പുറത്ത് അതാരും എടുത്ത് അത് പ്രയോഗിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാറില്ല. കാര്യം പുറത്തത് ചർച്ച ചെയ്യപ്പെടാറില്ല. നിയമസഭയ്ക്കകത്ത് അവർക്ക് കിട്ടുന്ന, സംസാരിക്കാൻ കിട്ടുന്ന ആ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങളായി ഇന്ത്യൻ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും അത് അംഗീകരിച്ചു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഇമ്മ്യൂണിറ്റി. അതാണ് സംസാരിക്കുന്നത്.
അത് വെച്ചുകൊണ്ട് മിനിസ്റ്റർ ശിവൻകുട്ടി അങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ മറുപടി പറയണം എന്ന് പുറത്തു വന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത് തന്നെയാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരം ചോദ്യം വരുന്നത്? ഒളിച്ചോട്ടമാണത്. വിഷയത്തെ മറ്റൊരു ഫോക്കസിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അത് താങ്കൾ ചോദിച്ച പ്രധാനപ്പെട്ട പ്രശ്നം DPRന്റെ പ്രശ്നമാണല്ലോ. കേരളയിലിൻ്റെ ഇപ്പോഴും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, അതിപ്പോഴും പ്രവർത്തിക്കുന്നത് എൻ്റെ അടക്കം അതിനെ DPR എത്രയോ കാലമായിട്ടുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലൂടെ താങ്കളോട് ചോദിച്ച ചോദ്യം, പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയുക, അദ്ദേഹം മുൻപ് പറഞ്ഞത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായി വരിക, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ വരുന്ന ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നുണകളെന്നോ കളവുകളെന്നോ പറയാവുന്ന ഒരു അവസ്ഥ, അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇത്തരം അധിക്ഷേപങ്ങളിലേക്ക് പോകുന്നതിന് അതും ഇടയാക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തെ ബാധിച്ച അതൊന്നും അല്ല കേട്ടോ. അതാണ് ചോദ്യമെങ്കിൽ അത് മറ്റൊരു ആസ്പെക്റ്റാണ്. കാരണം അത് വലിയൊരു കാര്യമാണ്. താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. അതായത് പിന്നെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇയാളെ കൊണ്ട് ഇറങ്ങിയാൽ കോൺഗ്രസ് നശിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? പരസ്യമായിട്ടാണ് പറഞ്ഞത് ജി സുകുമാരൻ നായർ. അതവിടെ നിൽക്കുകയാണ്. ആ പ്രസ്താവന കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ പിന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ ഗുരുതരമായി ബാധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനേക്കാളും അപ്പുറത്ത് പറഞ്ഞത് ആരാണ്? അപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്താണ്? പാഴ്ത്തകരയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളത് അനായാസമായിട്ട് നടക്കുന്ന കാര്യമല്ല ശരത്തെ. അതാണ് പ്രശ്നം. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, വെറുതെ അങ്ങനെ പറയുന്ന ആളല്ല ജി സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ കാര്യം തൽക്കാലം ഞാൻ മാറ്റിവെക്കുന്നു. എങ്ങനെയാണത് വന്നത്? സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ തന്നെ ചിലരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല, അറിയുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ പേര് പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ തനിക്കെതിരെ ഒരു പടയൊരുക്കം ശക്തിപ്പെട്ടു വരുന്നു, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എന്ന് മനസ്സിലാക്കപ്പെടുകയാണ്, തിരിച്ചറിയപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ. അതിൻ്റെ ഫ്രസ്ട്രേഷൻ മറ്റ് പല രൂപത്തിലാണ് അവൻ്റെ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നത്. ആ ഔട്ട്ബേസ്റ്റാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പക്ഷെ അതങ്ങനെ പോകാൻ കഴിയില്ല. കോൺഗ്രസിൽ തന്നെ ഇതിനെതിരെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം എങ്ങനെ അതിജീവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇനി കാണാനിരിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് അന്നേരം കാണുകയും ചെയ്യാം. ശരി തൗഫീഖ്, ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ ഇതിന് തൊട്ടു മുമ്പ് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ശ്രീ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാക്കൾ ഒന്നും നേരിടാത്തൊരു വലിയ പ്രതിസന്ധി ഈ സമയങ്ങളിൽ വലിയ തോതിൽ അദ്ദേഹം നേരിടുന്നുണ്ട്. കാരണം വിശ്വാസ്യതയും ആധികാരികതയും പ്രധാനമാണ്. പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ, മുൻപ് പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞതിലെ നുണകളും വൈരുദ്ധ്യവും എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. അത് വീഡിയോ ആയി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് നിരവധിയായ ഘടകങ്ങൾ, വലിയ പ്രതിബന്ധങ്ങൾ അദ്ദേഹം നേരിടുന്നു എന്നതുകൂടിയാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വെച്ചത്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ എല്ലാം അധിക്ഷേപത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു സ്ഥിതി വന്നു ചേരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ. അല്ലെ ശരത്ത്, ഇവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഇപ്പോൾ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുന്ന ഘട്ടത്തിലുമൊക്കെ നിങ്ങൾ ഇക്കാര്യത്തിൽ ഈ CPI നേതൃത്വം ഇതല്ല ഇതിനപ്പുറം പറയാത്ത ആളുകളൊന്നുമല്ല. എന്തായാലും ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി ഉൾപ്പെടെ കേരളത്തിൽ എണ്ണം പറഞ്ഞ അഴിമതി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ആക്രമിക്കാനും ഏത് രീതിയിലാണ് നിങ്ങൾ PR ഏജൻസികളുടെ ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് PR ഏജൻസിയുടെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചതെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്നുള്ള തന്ത്രമൊന്നും വേണ്ട. ഞങ്ങൾ UDF നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇവിടെ ബഹുമാനപ്പെട്ട MLA അടക്കം സൂചിപ്പിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ അന്ന് വൈകിട്ടത്തെ ചർച്ചയ്ക്ക് നമുക്ക് ഒന്നിച്ചിരുന്ന ആ ദിവസത്തെ ചർച്ച ചെയ്യാം. അപ്പോൾ ആരാണ് കേരളം നിയമസഭയിലെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്, ഏത് മുന്നണിയായിരിക്കും ഭരിക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ഞാനിത് കൈരളി ഫ്ലോറിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുക. ഭയങ്കര വെല്ലുവിളിയായി പോയി. സുമേഷ് അഴീക്കോട് MLA നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം നിർബന്ധമായിട്ടും ശരത്തെ എന്നെയും വിളിക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ അസൗകര്യം വെച്ച് പറഞ്ഞതാണ്. എന്നെയും വിളിക്കണം ശരത്തെ, ഞാനും വരാം. PR ഞങ്ങള് അല്ലാതെ കനകലൂനൊന്നും നമ്മളെ ഏർപ്പാടാക്കിയില്ല. അല്ലല്ല, അതിനേക്കാൾ വലിയ ഇവിടെ MP നികേഷ് കുമാറിന്റെ PR ആണല്ലോ നിങ്ങളുടെ കാര്യത്തിൽ. MP നികേഷ് കുമാറിന്റെ PR അഴീക്കോട് അങ്ങക്ക് മുമ്പ് അവിടെ മത്സരിച്ച് തോറ്റ നികേഷ് കുമാർ, അങ്ങക്ക് മുമ്പ് അവിടെ LDF സ്ഥാനാർത്ഥിയായി CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ നികേഷ് കുമാറിന്റെ ക്യാപ്സ്യൂൾ
ക്യാപ്സ്യൂളും കുമാർ ഞങ്ങളുടെ അക്കരെ പച്ചകണ്ട അപ്പുറത്തേക്ക് വന്ന സരിന്റെ ഒക്കെ ആണല്ലോ ക്യാപ്സ്യൂളുകൾ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമാണെന്നേ. അതാണ് അദ്ദേഹം പറഞ്ഞത്. തൗഫീഖ് അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹത്തിന്റെ അവസരം. നികേഷ് ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അയാൾ PR പണിയൊന്നുമല്ല. അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾക്ക് അത്രയൊന്നും പൈസ ഇല്ല പാർട്ടിയല്ല നിങ്ങളെ പോലെ. കേരളത്തിലെ ജനങ്ങളോട് വിശ്വസിക്കില്ല. ഇവിടെ കോടിക്കണക്കിന് രൂപ കൊണ്ട് തള്ളി ഞങ്ങളെ അങ്ങ് മോശമാക്കാന്ന് വിചാരിച്ചു. അതൊക്കെ ജനങ്ങൾ ഞാൻ വരും അന്ന് നിയമസഭാ ഇലക്ഷന്റെ വൈകുന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. പിണറായി വിജയൻ മൂന്നാം LDF സർക്കാർ വരുമ്പോ അതിന്റെ സത്യപ്രതിജ്ഞ നിങ്ങൾ കൂടി ഉണ്ടാവുന്നതല്ല. ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിന് തൗഫീഖ് രാജനെ സത്യപ്രതിജ്ഞ കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല. കേരളത്തിന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഗുഡ് ഗവേണൻസ് നല്ല കാര്യമല്ലേ. ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം, ദുർഭരണം, ഇതാണ് ജനങ്ങൾ ഈ കാലത്ത് ഏറ്റവും അധികം രാഷ്ട്രീയമായി അടക്കം വിലയിരുത്തുന്നതും വിവേചന ബുദ്ധിയോടെ നോക്കുന്നതും. അവിടെയാണ് കേരളം രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന സംസ്ഥാനമായി നിൽക്കുന്നത്. അഴിമതിരഹിതമായി നോക്കൂ. മോദി സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 60,000-നടുത്ത് കോടി രൂപയുടെ കേരളത്തിന് അവകാശപ്പെട്ട പണം പിടിച്ചു വെക്കുമ്പോൾ, തടഞ്ഞു വെക്കുമ്പോൾ, തരാതിരിക്കുമ്പോൾ 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യത്തെ, അതും അഴിമതിരഹിതമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമായി രാജ്യത്ത് കേരളം മാറി നിൽക്കുകയാണ്. അത് ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ വ്യക്തി അധിക്ഷേപത്തിലൂടെ രാഷ്ട്രീയത്തെ വിവാദ പരിസരം സൃഷ്ടിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകാം എന്ന് ധരിച്ചാൽ അത് കേരളത്തിൽ ചെലവാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നതുകൂടിയുണ്ട്. അത് ആ നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ആധികാരികതയും വിശ്വാസ്യതയും നേതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത് പ്രതിപക്ഷ നേതാവിനും ബാധകമാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.